company and powering India's industrial rise and redefining the world connects with the Kerala. As we gather here, I would like to take a moment to extend my warmest wishes in advance for Onam, heartiest Onam Ashamasakal to everyone. Thank you so much. Thank you, sir, for sharing your vision and roadmap. Honorable Chairman of GCDA, Sri Chandran Pillai has come here. Hearty welcome to you, sir. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർകളാണ്. നിയമസഭയിൽ കളമശ്ശേരിയുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി കൂടിയായ അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും ആദരവോടെ ക്ഷണിച്ചു കൊള്ളുന്നു. Presidential address by the Honorable Minister Shri P. Rajiv. ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, പ്രിയപ്പെട്ട ശ്രീ അശ്വിനി ഗുപ്ത, ശ്രീ പങ്കജ് ഭരദ്വാജ്, മുഹമ്മദ് ഹനീഷ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ്, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണത്. നിക്ഷേപ സംഗമത്തിൽ വന്ന വാഗ്ദാനങ്ങളിൽ 97ാമത്തെ പദ്ധതിയുടെ കല്ലിടൽ കർമ്മമാണ് ഇന്ന് നിർവഹിക്കുന്നത്. ഫെബ്രുവരി കഴിഞ്ഞ് അതിവേഗത്തിൽ നമുക്ക് നിക്ഷേപ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇത് 600 കോടിയുടെ പദ്ധതിയാകുമ്പോൾ 35,284.75 കോടിയുടെ നിക്ഷേപങ്ങളാണ് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതുവഴി 50,360 തൊഴിലവസരങ്ങൾ നേരിട്ട് സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദാനി ലോജിസ്റ്റിക്കിൻ്റെ സാന്നിധ്യം നേരിട്ടുള്ള ഈ തൊഴിലവസരങ്ങൾക്കപ്പുറത്ത് ഒരു അങ്കർ ഇൻഡസ്ട്രി എന്ന നിലയിൽ ഇതിനു ചുറ്റും മറ്റ് വ്യവസായങ്ങൾ വളരുന്നതിനുള്ള ഒരു ഇക്കോസിസ്റ്റം കൂടി ക്രിയേറ്റ് ഗ്രൂപ്പ് ടു ടേക്ക് എ ഡിസിഷൻ ടു എസ്റ്റാബ്ലിഷ് എ ലോജിസ്റ്റിക് പാർക്ക് അറ്റ് കളമശ്ശേരി, കൊച്ചി. ഇവിടെ തന്നെ സീപോർട്ട് എയർപോർട്ട് റോഡ് 25 വർഷമായി നിലച്ചിരുന്നതാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതിനുവേണ്ടി 580 കോടി കിഫ്ബി ഫണ്ടിൽ നിന്ന് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മകളാലയം മുതൽ അങ്ങോട്ടുള്ള ലാൻഡ് ഏറ്റെടുക്കുന്നത് NAD മകളാലയം ലാൻഡ് ഏറ്റെടുക്കുന്നതിന് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗത്തിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ മുന്നോട്ട് പോവുകയാണ്. HMD NAD ലാൻഡ് 1 കിലോമീറ്റർ ഏറ്റെടുക്കുന്നതിന് 75 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ ആദ്യ ഭാഗം കൈമാറി കഴിഞ്ഞു. അതിവേഗത്തിൽ ആ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും. HMDയുമായിട്ടുള്ള കേസ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരുന്ന മുറയ്ക്ക് HMD ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള റോഡും വീതി കൂട്ടുന്നതിനാവശ്യമായ കാര്യവും സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ജുഡീഷ്യൽ സിറ്റി തൊട്ടപ്പുറത്ത് 50 ഏക്കറാണ് വിഭാവനം ചെയ്യുന്നത്. ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ 29 ഏക്കറിൻ്റെ അധികം വൈകാതെ മന്ത്രിസഭ അനുമതിയും വരാൻ പോവുകയാണ്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ തന്നെ വന്ന വലിയൊരു നിക്ഷേപം കളമശ്ശേരി ഇതേ ലാൻഡിൻ്റെ അപ്പുറത്ത് 20 ഏക്കറിൽ സദർലാൻഡിൻ്റെ നിക്ഷേപവും അധികം വൈകാതെ യാഥാർത്ഥ്യമാകും. ഇവിടെ തന്നെയാണ് SFO ടെക്നോളജി ഐഫോണും ഫിലിപ്സിനും ജനറൽ ഇലക്ട്രിക്സിനും ഉൾപ്പെടെ കമ്പോണൻറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രധാനപ്പെട്ട ഇലക്ട്രോണിക്സ് കമ്പനിയുടെയും പ്രവർത്തനം ഇപ്പോൾ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ HMD ആയിരുന്നു ഇവിടുത്തെ ഏക വ്യവസായശാലയെങ്കിൽ ഇന്നത് മാറി പല സ്വഭാവത്തിലുള്ള HMDക്ക് കുറേ കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി ദുർബലാവസ്ഥയിലേക്ക് എത്തിയെങ്കിലും മറ്റ് നിരവധി വ്യവസായങ്ങൾ